നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. സോഷ്യൽ ഇക്വലൈസർ. വൈ പ്രൊമോട്ടിംഗ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് കെയർ ഈസ് നീഡഡ് ടു ഗാർഡ് അഗെയിൻസ്റ്റ് സൈബർ ത്രെറ്റ്സ്. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്, എക്കോണമിയുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. അതിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട അതിന് ഇമ്പോർട്ടൻസ്, അതിനൊരു ഇമ്പാക്റ്റസ്, അതിനൊരു ബൂസ്റ്റ് നൽകുന്ന പോലെയുള്ളൊരു ഇൻസെൻറ്റീവ് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്. അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആസ് സച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിവട്ടൽ ആയിട്ടുള്ള ഏരിയയാണ്. കാരണം ഇനി അങ്ങോട്ട് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ മറ്റ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേയും കൂടെ ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിയോ ബാങ്ക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത ബാങ്ക്സാണ്. അതുപോലെ ഒരുപാട് ഫിൻടെക് കമ്പനീസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, യൂണിയൻ ക്യാബിനറ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻസെൻറ്റീവ് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ 2600 കോടി ഒരു ഇൻസെൻറ്റീവ് ഓഫർ ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ സൈബർ ത്രെറ്റ്സും കൂടെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കാരണം എല്ലാം ഈ പറയുന്ന ഓൺലൈൻ മോഡിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സൈബർ ത്രെറ്റ്സ് അല്ലെങ്കിൽ സൈബർ ആയിട്ടുള്ള ചലഞ്ചസ്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണമെന്നാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ പറയുന്നത്. ദി യൂണിയൻ ക്യാബിനറ്റ് റീസെന്റ് ഡിസിഷൻ ടു ഇയർമാർക്ക് 2600 crore for providing banks with an incentive to promote digital payments has focused attention on India's welcome push to broaden and deepen alternatives to most widely accepted method of payment worldwide, cash. അപ്പോൾ ക്യാഷ് അല്ലാതെ നോൺ ക്യാഷ് പേയ്മെൻറ്റ്സ് കൂട്ടാൻ വേണ്ടി, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റസ് ആയിട്ടാണ്, ഒരു ബൂസ്റ്റ് ആയിട്ടാണ് ഈ 2600 കോടിയുടെ ഇൻസെൻറ്റീവ് പബ്ലിക് സെക്ടർ ബാങ്ക്സിനൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കുകൾക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് പേയ്മെൻറ്റ് വിഷൻ 2025 ഡോക്യുമെൻറ്റ് ഒബ്സർവ് ദ പേയ്മെൻറ്റ് സിസ്റ്റം ഫോസ്റ്റർ എക്കോണമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വൈൽ സപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. സോ അപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈ പറയുന്ന പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്ത് രീതിയിൽ നന്നായിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൂട്ടാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൂടുതൽ പേരെ ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്, മെയിൻ സ്ട്രീം ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്ന, അതിൻ്റെ സർവീസസ് എൻ്റെ ബെനിഫിഷ്യറി ആവാൻ വേണ്ടി നമ്മൾ ഈ ബാങ്കിങ് സെക്ടറിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇപ്പോൾ കൂടുതൽ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക, മുഖ്യധാരയിലേക്ക് ആൾക്കാരെ ഈ പറഞ്ഞ ബാങ്കുമായി ട്രാൻസാക്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൂട്ടാൻ എന്ത് സഹായിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ UPI പോലെ മറ്റ് QR കോഡ് സ്കാനിങ്, അങ്ങനെ ഒരുപാട് ഈസി ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ സാധാരണക്കാർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം, ബാങ്കിൽ പോകുന്ന ആവശ്യങ്ങൾ കുറഞ്ഞില്ലേ. അപ്പം അതായിരുന്നു ഉദ്ദേശം. അപ്പം ഏതാണ് റിപ്പോർട്ട്, റിസർവ് ബാങ്കിൻ്റെ പോളിസിയാണ് പേയ്മെൻറ്റ് വിഷൻ 2025. എന്താണ് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ പേയ്മെൻറ്റ്സ് കൂട്ടാൻ തന്നെയാണ്, കൂടുതൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിന് ബൂസ്റ്റ് കൊടുക്കാൻ തന്നെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അറ്റ് ദ ഹാർട്ട് ഓഫ് ദിസ് പേയ്മെൻറ്റ്സ് റെവല്യൂഷൻ ഹാസ് ബീൻ ദ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇത്രയധികം ഈസി ആക്കിയതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പങ്കുവഹിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI. NPCI ആണ് UPI ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, യൂണിഫോം പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അപ്പോൾ അതുണ്ടാക്കിയ റെവല്യൂഷൻ ചില്ലറയല്ല, കാരണം അത് ഭയങ്കര വലിയൊരു റെവല്യൂഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് December 2022 the total monthly volume of UPI facilitated transactions aggregated almost 783 crore with the value exceeding 12.8 lakh crore എന്നാണ്. 12.8 ലക്ഷം കോടിയാണ് UPI വഴി ട്രാൻസാക്ട് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ എത്രമാത്രം വലിയൊരു വോളിയമാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വഴി പോയിരിക്കുന്നത്. വൈൽ ദിസ് വാസ് എ 71% jump in volume and 55% increase in value from a year earlier, the UPI volume last month was close to 54 times the transaction in December 2017 and staggering 98.6-fold of value seen 5 years earlier. അപ്പോൾ 2017, അത് 2016 ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷമാണ് ഈ എന്താ പറയുക കുറേ കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 2017 എന്ന് പറയുന്നത് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് 2017 എന്ന് പറയുന്ന അത് നമ്മൾ ബേസാക്കി എടുത്തു കഴിഞ്ഞാൽ 5 വർഷം പിന്നിടുമ്പോൾ എത്ര മടങ്ങ് ഇത് കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 98.6 ഫോൾഡ്, 98.6, അതായത് അപ്രോക്സിമറ്റ്ലി 100 ടൈംസ് എന്താണ് ഈ ട്രാൻസാക്ട് ചെയ്യുന്ന വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എണ്ണത്തിൽ 54 തവണ 54 ടൈംസ് ട്രാൻസാക്ഷൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 100 ഇരട്ടിയോളം വാല്യൂ, അതായത് എത്ര ലക്ഷമാണോ എത്ര കോടിയാണോ ട്രാൻസാക്ട് ചെയ്യുന്നത് അതിൻ്റെ 100 മടങ്ങ് 5 വർഷം കഴിഞ്ഞപ്പോൾ 2022 ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ശരിക്കും ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്, കാരണം അതിനൊരു ഇമ്പോർട്ടൻറ്റ് ക്രെഡിറ്റ് NPCIക്ക് കൊടുക്കേണ്ടതാണ്. ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, വേറെ ഒരുപാട് ഫിനാൻഷ്യൽ ടെക്നോളജി, ഇപ്പോൾ റുപേ കാർഡിൻ്റെ, ഡെബിറ്റ് കാർഡ്സിൻ്റെ, മറ്റ് UPI സിസ്റ്റംസിനൊക്കെ അതിൻ്റെതായ റോൾ ഉണ്ടെങ്കിലും അത് കൂടാതെ മറ്റ് എന്താ പറയുക ഒരുപാട് ടൈലർ മെയ്ഡ് പ്രൊഡക്ട്സ് ഫിൻടെക് കമ്പനീസ്, ഇപ്പോൾ പുതിയ ഒരുപാട് ഫാം പേ അല്ലെങ്കിൽ പിന്നെ റേസർ പേ, അങ്ങനെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ് അതുപോലെ തന്നെ ഫിൻടെക് കമ്പനീസ് കൊണ്ടുവന്ന് അവരൊരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട്
ചെയ്യുന്നുണ്ട്. അവർക്കും ആ റോളുണ്ട്. ഈ ഫിനാൻഷ്യൽ എന്താ പറയുക ഡിജിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ ഈ സെക്ടറിൽ പ്രൈവറ്റ് സെക്ടർ വഹിക്കുന്ന റോളും വലുതാണ്. The banking sector, however, has been at a relatively disadvantage in leveraging the payments ecosystem for its core business growth, as spending on infrastructure to support and secure such payments has been disproportionately higher than for fintech and big tech rivals. അപ്പോൾ പൊതുവേ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഒരു ചെറിയ പ്രശ്നം, ബാങ്കുകൾക്ക് പ്രത്യേകിച്ച് ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫിൻടെക് കമ്പനീസിൻ്റെ അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കാരണം ഈ പറയുന്ന ടെക്നോളജി അത്ര അങ്ങോട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അത്രയധികം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളിലുണ്ട്. പക്ഷേ പോളിസി മേക്കേഴ്സ് എന്താണ് ഇപ്പോൾ ഇത്രയധികം ബൂസ്റ്റ് ഈ ഡിജിറ്റൽ ലെൻഡിങ്ങിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി സൈഡാണ്. കാരണം എല്ലാം ഓൺലൈൻ ആകുമ്പോൾ ത്രെട്ട് എന്ന് പറയുന്നത് സൈബർ ചലഞ്ച് തന്നെയാണ്. അത് ഡാറ്റ സെക്യൂരിറ്റി, അതുപോലെ തന്നെ മറ്റ് ഡാറ്റ തെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ ട്രാൻസാക്ഷൻസിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്.